എനിക്ക് വീട്ടിൽ കൂടുതൽ ഏറ്റവും ഇഷ്ടമായത് പറഞ്ഞാൽ കോട്ടിയാടാണ്. നല്ല സ്പേഷ്യസ് ആണ്, നല്ല അടിപൊളി സ്ഥലമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഇവിടെയാണ്. എൻ്റെ പേര് ഹർഷ, ഞാൻ ഹൗസ് വൈഫാണ്. ഞങ്ങളുടെ വീട് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം ഭാഗത്താണ്. എൻ്റെ പേര് മനോജ്, ഞാൻ ഡിജിറ്റൽ അഡ്വർടൈസിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, അബുദാബിയിലാണ്. ഞങ്ങളുടെ വീട് പണി പ്ലാൻ ചെയ്തിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ആദ്യം സമീപിച്ചിരുന്നു ഒറ്റപ്പാലം പാലക്കാട് ഭാഗത്തുള്ള പല എഞ്ചിനീയർമാരും ആർക്കിടെക്റ്റുമാരും ബിൽഡേഴ്സിനെയൊക്കെ സമീപിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾക്കുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലരും നമ്മളെ റിക്വയർമെന്റ്സ് എന്താണെന്ന് അവർക്ക് ശരിക്കും മനസ്സിലാവാതെ, അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് നമ്മുടെ അടുത്ത് ഫോഴ്സ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നും. പിന്നെ ചിലർ നമ്മൾ പറയുന്ന ഐഡിയാസ് ഒക്കെ മനസ്സിലാക്കുന്നത്, പക്ഷേ അവരുടെ ടീം മൊത്തം ഫുൾ പ്രോജക്ട്സും ഏറ്റെടുക്കും. അങ്ങനെയൊക്കെ കുറച്ച് ചില കാര്യങ്ങളൊന്നും നമുക്ക് യോജിച്ചു പോകാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ കാണുകയും ആ പുള്ളിയുടെ അടുത്ത് നമുക്ക് ഈ ഒരു പരിസരത്ത് നല്ല ആർക്കിടെക്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്തി തരണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള അനാസ് ഷമീം ആർക്കിടെക്ട്സിലെ അനസിനെയും ഷമീമിനെയും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ അനസിനെ കോൺടാക്ട് ചെയ്യുന്നത്. തുടക്കം മുതൽക്ക് തന്നെ ഞങ്ങൾ എൻ്റെ മനസ്സിലുള്ള പ്ലാനും റിക്വയർമെന്റ്സും ഒക്കെ ഞങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് റിക്വയർമെന്റ് ഗ്യാതറിംഗ് ആണ്, പിന്നെ ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു, ആ ബഡ്ജറ്റിൽ നിർത്തണം എന്ന് പറഞ്ഞു. എനിക്ക് ഈ മെറ്റീരിയൽസിന്റെ കാര്യത്തിലൊക്കെ വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യണമെന്ന് കുറച്ച് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. നമ്മളും കുറേ വീട് പണിയുടെ ഭാഗമായിട്ട് കുറേ റിസർച്ച് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ഇന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്യണം എന്നുള്ളൊരു കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ ഫസ്റ്റ് സിറ്റിംഗ്സിൽ റിക്വയർമെന്റ് ഗ്യാതറിംഗ് ആയിരുന്നു. ഈ വീട് നമ്മൾ ഒരു 2500-2600 സ്ക്വയർ ഫീറ്റിനകത്ത് നിർത്തണം, കാരണം നമ്മുടെ ബഡ്ജറ്റിൽ കൂടെ ഉൾപ്പെടുത്തണം എന്നുണ്ടായിരുന്നു നമ്മൾ ആദ്യം തീരുമാനിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ റിക്വയർമെന്റ് ഒക്കെ പറഞ്ഞിരുന്നു. ലൈക്ക് 4 ബെഡ്റൂം, 4 ബെഡ്റൂം, അറ്റാച്ച് ബാത്റൂം, പിന്നെ ഓപ്പൺ കിച്ചൺ, ലിവിംഗ് റൂം, വർക്ക് ഏരിയ, അങ്ങനത്തുള്ള കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ട് ഞങ്ങൾ ഒരു കോട്ടിയാട് ഒരു ഓപ്ഷണൽ എലിമെന്റ് ആയിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 2500 സ്ക്വയർ ഫീറ്റിൽ നിർത്തിയാൽ ഇതെല്ലാം ഉൾപ്പെടുത്താൻ പറ്റും എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പ്ലാനിങ് സ്റ്റേജിലേക്ക് കടന്നത്. ഒരു മിനിമലിസ്റ്റിക് ഡിസൈനാണ് ഞങ്ങൾ ഇന്റീരിയറിലോട്ട് ഞങ്ങൾ പിടിച്ചിട്ടുള്ളത്. എലിവേഷന്റെ കാര്യത്തിലായാലും ഞങ്ങൾക്ക് ഫസ്റ്റ് 3D പ്ലാൻ, ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോർ പ്ലാൻസ് ഒക്കെ ഞങ്ങൾ ലോക്ക് ചെയ്തു. റൂമിന്റെ അതെല്ലാം ഞങ്ങൾ ലോക്ക് ചെയ്തു. പിന്നീട് എലിവേഷനിലേക്ക് കടന്നപ്പോൾ 1-2 റിവിഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അനസുമായിക്കോട്ടെ ഷമീമായിക്കോട്ടെ, നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ഈസിലി ആക്സസിബിൾ ആണ്. പണി തുടങ്ങി ഏകദേശം കുറച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ ഞാൻ അബുദാബിയിലോട്ട് മാറി. അപ്പോൾ അവിടെ നിന്നിട്ടാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് പലപ്പോഴും ഞങ്ങളുടെ ഡിസ്കഷനൊക്കെ നൈറ്റ് അവിടുത്തെ സമയം 10-11 മണിക്കാണ്, അത് ഇവിടെ 12-12:30 അപ്പോൾ എൻ്റെ ഓരോ ഡൗട്ടും അല്ലെങ്കിൽ ഓരോ ഫീഡ്ബാക്സും കേട്ടിട്ട് പുള്ളി പലപ്പോഴും ലേറ്റ് നൈറ്റിലൊക്കെ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും, അല്ലെങ്കിൽ ആ ഫീഡ്ബാക്സ് ഒക്കെ നോട്ട് ചെയ്തിട്ട് അത് റീവർക്ക് ചെയ്തിട്ട് തരും. ആദ്യം മുതലേ പറഞ്ഞിരുന്നത് ഓപ്പൺ കിച്ചൺ വേണം. കിച്ചൺ നോക്കി കഴിഞ്ഞാൽ വീട് ഫുള്ള് താഴെ ഫുള്ള് കാണണം എന്നുള്ള രീതിയിലായിരുന്നു. മാക്സിമം അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ്. പിന്നെ ഇന്റീരിയർ ആണെങ്കിലും നല്ല മിനിമൽ ആയിട്ടുള്ള വർക്കാണ്. ഞങ്ങൾക്ക് ഒരുപാട് നല്ല കളേഴ്സ്, തിളങ്ങണ കളേഴ്സ്, അങ്ങനെ ഒരു ഇതൊന്നും വേണ്ട, മിനിമലായിട്ട് മതി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എല്ലാം ഞങ്ങളുടെ ഇഷ്ടം പോലെ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കിച്ചൺ ആണെങ്കിലും കളറ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൊണ്ടും സൂപ്പറാണ്. ഒരു പ്ലേ ഏരിയ വന്നിട്ട് ഞങ്ങളൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ റൂമിന്റെ ഒരു ഗ്ലാസ് ഫുള്ള് ഫ്രണ്ടിലെ ഗ്ലാസ് വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. കാരണം മഴ പെയ്യുമ്പോൾ അവിടെ ഇരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു അടിപൊളി സ്പേസ് ആണ്. 4 ബെഡ്റൂമാണുള്ളത്. 4 ബെഡ്റൂമിൽ ഒരു ബെഡ്റൂമിൽ വന്നിട്ട് ബാൽക്കണി ഉണ്ട്. ഒന്നിൽ ഓപ്പൺ ടെറസിലേക്ക് എൻട്രി ചെയ്യാനാണ്. പിന്നെ ഒന്നിൽ വന്നിട്ട് ബേ വിൻഡോ ഉണ്ട്. ബേ വിൻഡോ സ്പേസ് ആണ്. പിന്നെ അടുത്ത നല്ലൊരു സ്പേസ് ആണത്. ഓരോ റൂമിലും വാർഡ്രോബ് എന്താണോ അത് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ബെഡിന്റെ ഹെഡ് ബോർഡ് വരുന്നതും വോളും അങ്ങനെ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. പകലൊന്നും ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഫുള്ള് വെന്റിലേഷനും ജനലുകളും ഫുള്ള് കൊടുത്തിട്ട്. ഇപ്പോൾ ഹൗസ് വാമിന് വന്നിട്ടാണെങ്കിലും എല്ലാവരും പറഞ്ഞത് നിങ്ങൾക്ക് ലൈറ്റിന്റെ ആവശ്യമില്ല, ഫുള്ള് ലൈറ്റ് ആണ്. എല്ലാ സൈഡിലും മാക്സിമം ജനല് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പേഷ്യസ് റൂം എല്ലാം നല്ല സ്പേഷ്യസ് ആണ്. ഈ പ്രോജക്റ്റിൽ ഒരുപാട് ഹാപ്പിയാണ്. ആർക്കിടെക്ട് ആണെങ്കിലും അവർക്ക് പ്രോജക്റ്റ് കൊടുക്കണേ മുന്നേ ഞങ്ങൾ കുറെ വർക്ക് കണ്ടിരുന്നു. അവരെല്ലാ വർക്കും നന്നായിട്ടുണ്ട്. ഞങ്ങൾക്കും എല്ലാം ഫ്രീ ആയിട്ട് അവരോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഔട്ട്പുട്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു വീട് കണ്ടിട്ടില്ല എന്ന് എല്ലാവരും, ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അനസിൻ്റെ കാര്യത്തിലായാലും ഇവരെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. നമ്മുടെ റിക്വയർമെന്റ്സ് എല്ലാം അവർ ഉൾപ്പെടുത്തുമോ, അത് ബഡ്ജറ്റിൽ വരുമോ, പിന്നെ മെയിനായിട്ട് നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുക, ഇനി എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ തുറന്നു പറയുക, അങ്ങനെയുള്ളൊരു ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു. ആ ഒരു വിഷയത്തിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അവരുടെ സർവീസിൽ വളരെ ഹാപ്പിയാണ്. കാരണം അത്രയും ഓപ്പൺ ആയിരുന്നു ഫീഡ്ബാക്ക്. ഞങ്ങൾ വളരെ വളരെ ഹാപ്പിയാണ്.